ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു ട്രെയിലർ റിയാക്ഷൻ. സുഹൃത്തുക്കളെ, കറുപ്പ് എന്ന് പറയുന്ന മൂവി നമ്മുടെ സൂര്യ നായകനാകുന്ന RJ ബാലാജി സംവിധാനം ചെയ്യുന്ന പുതിയ പടമാണ് സുഹൃത്തുക്കളെ കറുപ്പ്. ഇത് ഇപ്പം ഇറങ്ങും എന്ന് പറഞ്ഞൊരു കുറേ നാളായി. അങ്ങനെ ഫൈനലി ഈ മാസം 14-ാം തീയതി ഇറങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നാണ് ട്രെയിലർ ഇറങ്ങേണ്ടിയിരുന്നത്. അതായത് ഇന്ന് തന്നെ ഇറങ്ങി, ബട്ട് 7 മണിക്ക് ഇറങ്ങും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 8 മണി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ 8 മണിക്കാണ് ട്രെയിലർ ഇറങ്ങിയത്. സോ അത് എന്തൊക്കെയോ ടെക്നിക്കൽ എറർ കാരണമൊക്കെ ആണോ ഇനി എന്താണെന്നൊന്നും അറിയത്തില്ല. എനിവേ, എന്തായാലും കുറേ കാര്യങ്ങൾ ഈ പടത്തിന് ഡിലേയിങ്ങും അങ്ങനെ ഇങ്ങനെ മറ്റേതാ മറിച്ചതൊക്കെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫൈനലി പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. പടം 14-ാം തീയതി ഇറങ്ങാൻ പോകുന്നത്. ടീസർ ഇറങ്ങിയിട്ട് 3-4 മാസം സംതിങ് എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ എനിവേ, തൃഷയുണ്ട്, സൂര്യയുണ്ട്, അങ്ങനെ ലോട്ട്സ് ഓഫ് അധികം കാര്യങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ട്. RJ ബാലാജി ഇതിനകത്ത് ഒരു റോള് ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. സോ അപ്പം എനിവേ, ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് കറുപ്പ് മൂവി സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഡ്രീം വാരിയേഴ്സ് പിക്ചേഴ്സ് பேர் லாயரே கிடையாது. பேபி கண்ணனோட கட்ட பஞ்சாயத்து டீம். ഓ, RJ ബാലാജി ആണോ അപ്പൊ വില്ലൻ? തൃഷ ஒரு நாள் இந்த இடம் மாறாமையா போகும். இது என் இடம், என் கோட். கடவுளே வந்தால் எதுவும் மாற்ற முடியாது. ഓ, പുള്ളി വക്കീലാണോ? അഡ്വക്കേറ്റ്? തള്ളയിൽ ഇൻഷുറൻസ് ആയിട്ട് ஒரு நல்ல லாயரை பார்த்தா உடனே முடிச்சிடலாம். அப்படியே சார் வரலங்க ஐயா. கேஸ் பாஸ் ஆன் டு நெக்ஸ்ட் மந்த் செகண்ட். பினோ ஃபேஸ் ட்ரான்ஸ்ஃபர் பண்ணிட்டியாமா? போலீஸ் தரப்புல இருந்து யாரும் வரல. മലയാളത്തിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എടീ, മലയാളത്തിൽ നിന്ന് മൊത്തം ആൾക്കാരുണ്ടല്ലോ. உங்ககிட்ட வாங்க முடியுங்க. சரி, புடிங்க நீ யாரை வச்சு இனிமே இந்த கேஸ் நடத்துறேன்னு நான் பார்க்கறேன். ഇപ്പൊ വരുവാടാ അണ്ണൻ. ஆமா, நீங்க யாரு? உங்களை இந்த கோட்ல நான் பார்த்ததே இல்லையே. பார்க்கறது வெல்கம். ഓ, கொஞ்ச நாள் இல்ல, பயம் விட்டு போச்சு. நான் யார்கிட்டயும் சொல்ல மாட்டேன். ஹாய் ഹായ്. இந்த மாதிரி நேரத்துல மனுஷன் ஹெல்ப் பண்ணி தானே கடவுள் நம்மளை படுத்திருக்கிறாரு. என்ன சொன்ன? கடவுளே வந்தாலும் கோர்ட் ப்ரொசீஜரை மாற்ற முடியாது. வந்துட்டேன்டா, இனிமே செம்ம அடி அடிக்க போறேன். வந்து கட்டி வெள்ளக்கார சாமி அது கூட பாவம் கேட்கலாம். இது கருப்புடா, கருப்பண்ண சாமி. கண்ணன் வெட்டி கசக்கி போட்டுடா. வேற பாய், என்ன பண்ண போற நீங்க? கிரிக்கெட்ல நமக்கு சொல்ற வேலைக்கு போறியா? அதுக்கு ஒரு கிரிக்கெட் தெரியுமா? தம்பி பிகே, கையில துப்பாக்கி கிடைச்சா யார் என்னன்னு பார்க்காம இருக்கீங்களோ? நம்ம அன்பான ஃபேன்ஸ்க்காக. എടേ, എൻ്റെ ആളിയ ട്രെയിലർ പൊളിച്ച്. സൂര്യ വക്കീലായിട്ടാണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇന്ദ്രൻസേട്ടൻ്റെ ഒരു കേസാണ് സൂര്യ ഏറ്റെടുക്കുന്നത്. പിന്നെ മറ്റേ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, മറ്റേ ആലപ്പുഴ ജിംഖാനൊക്കെ അകത്തൊക്കെ ഉള്ള എനിക്ക് അവർ അച്ഛനും മോളുമാണെന്ന് തോന്നുന്നു, ഇന്ദ്രൻസേട്ടനും ആ പുള്ളിക്കാരത്തിയും. സോ അവരുടെ എന്തോ ഒരു കേസാണ്. സോ ആദ്യം RJ ബാലാജി ഏറ്റെടുക്കുന്നു. ദെൻ അത് കഴിഞ്ഞ് RJ ബാലാജി ആ കേസ് ഒഴിയുന്നു ഡ്യൂ ടു സം എന്തെങ്കിലും ഇഷ്യൂസോ, അല്ലെങ്കിൽ പുള്ളി തന്നെ ആയിരിക്കും ചിലപ്പോൾ ആ കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ അതിനുശേഷം സൂര്യ ഏറ്റെടുക്കുന്നു. ദെൻ കുറച്ചധികം ആൾക്കാരൊക്കെ സൂര്യക്ക് അഗേൻസ്റ്റായിട്ട് നിൽക്കുന്നു. യാ, തൃഷ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. കുറേ നാൾക്ക് ശേഷം സൂര്യ ഒന്ന് എന്തൊക്കെയോ ഒരു ചേഞ്ചിൽ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഉള്ള ഒരു സാധനത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണുന്നുണ്ട്. കുറച്ചധികം ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പടം റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും RJ ബാലാജി തന്നെയാണ്. യെസ്, അപ്പം മെയ് 14-ാം തീയതിയാണ് സുഹൃത്തുക്കളെ. എല്ലാം നമ്മൾ അൻപാന ഫാൻസിക്കാകെ
കാണണം ഗൈസ്. കുറേ നാളായി നല്ലൊരു പടം കണ്ടിട്ട് ഈ മനുഷ്യൻ്റെ. ആകെപ്പാടെ എനിക്കിഷ്ടപ്പെട്ടത് ജയ് ഭീമും മറ്റേ സൂര്യ റിപ്പോർട്ടറും. അതൊക്കെയാണെങ്കിൽ OTT ആയിരുന്നു. തിയേറ്ററിൽ പോയി കണ്ടിട്ട് കുറേ ആയി. അപ്പോൾ എന്തായാലും ഗൈസ്, അതാണ് കറുപ്പ് എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷൻ സുഹൃത്തുക്കളെ. സോ ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.